So next is the looping statement. Basically there are three types of looping statement. First is the while looping statement, second for looping statement, and third is do while looping statement. അപ്പോൾ ഈ while ആയാലും for ആയാലും do while ആയാലും ഇതിൽ മൂന്നിലും 4 പാർട്ടുകൾ കാണും. ഫസ്റ്റ് ഇസ് ദ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, നെക്സ്റ്റ് ഇസ് ദ ടെസ്റ്റ് എക്സ്പ്രഷൻ, ആൻഡ് തേർഡ് ഇസ് അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ആൻഡ് ഫൈനലി ദി ലൂപ്പ് ബോഡി. ആദ്യമായി നമുക്ക് വൈൽ സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ വൈൽ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പോൾ വൈലിൻ്റെ സിൻടാക്സിലേക്ക് നമുക്ക് കടക്കാം. സിൻടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾ, അതായത് അതിൻ്റെ ഫസ്റ്റ് ഇനിഷ്യലൈസേഷൻ, അതായത് നമുക്ക് നോർമലി ഒരു പ്രോഗ്രാമിനകത്ത് വരുന്ന ഇനിഷ്യലൈസേഷൻ എല്ലാം ചെയ്യുന്നു. വൈൽ എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, പിന്നെ ബ്രാക്കറ്റിൽ ഒരു ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മുടെ കണ്ടീഷൻ കൊടുക്കുന്നു, പിന്നെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ആക്കുന്നു, അതിനകത്ത് മെയിൻ നമുക്ക് കൊടുക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു, പിന്നീട് അതിനെ ക്ലോസ് ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ഇതിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് കിടക്കാം. ദിസ് പ്രോഗ്രാം ഈസ് യൂസ് ടു ഇലിസ്ട്രേറ്റ് ദി സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എ നമ്പർ. ആദ്യമായി നമ്മൾ ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, അതായത് നമ്മുടെ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവും ഹെഡർ ഫയലും നമ്മൾ കൊടുക്കുന്നു. പിന്നെ നെയിം സ്പേസ് സ്റ്റേറ്റ്മെൻറ്റ് യൂസിങ് നെയിം സ്പേസ് STD എന്ന് കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ ഫംഗ്ഷൻ ഹെഡർ, അതായത് മെയിൻ കൊടുക്കുന്നു, അതിന് നമ്മുടെ ഡേറ്റ ടൈപ്പ് ഇൻറ്റിജർ കൊടുക്കുന്നു ആസ് യൂഷ്വൽ. പിന്നീട് നമ്മുടെ കേളി ബ്രാക്കറ്റിനകത്ത് ഓരോ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഇപ്പോൾ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇൻറ്റ് നം കോമ സം ഈക്വൽ ടു 0 കോമ ഡിജ് കൊടുത്തു. അതായത് ഇവിടുത്തെ വേരിയബിൾസ് എന്ന് പറയുമ്പം നമ്പറും സമ്മും ഡിജിറ്റ്സും ആണ്. സമ്മിന് നമ്മൾ 0, അതായത് 0 അസൈൻ ചെയ്ത് കൊടുക്കുന്നു. ഡേറ്റ ടൈപ്പ് ഇൻറ്റിജറാണ്. നെക്സ്റ്റ് ഇസ് ദി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് കൊടുക്കുന്നു, എൻ്റർ എൻ നമ്പർ, അതായത് ഇഷ്ടമുള്ള ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഒരു യൂസറിനൊരു പ്രോംപ്റ്റ് വരുന്നു. അതിനുശേഷം സി ഇൻ ഓഫ് നം, അതായത് ആ യൂസർ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പർ നം എന്നുള്ളൊരു വേരിയബിളിലേക്ക് നമ്മൾ ഗെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ഫൈനലി നമ്മുടെ വൈൽ ലൂപ്പ്, വൈൽ നം ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്പർ 0-ന് കൂടുതലാണെങ്കിൽ നമ്മൾ ഈ ലൂപ്പിൽ കയറും, ഇല്ലെങ്കിൽ ഈ ലൂപ്പിൽ കയറത്തില്ല. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നം ഗ്രേറ്റർ ദാൻ 0, അതായത് നമ്പർ നമ്മളൊരു യൂസർ ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത് 0-ൽ കൂടുതലൊരു സംഖ്യ ആണോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നം ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള ഒരു കണ്ടീഷൻ കൊടുത്തത്. അപ്പോൾ നമ്പർ 0-നേക്കാളും ഗ്രേറ്റർ ആണെങ്കിൽ ഇതിനകത്ത് കയറും. ഡിജ് ഈസ് ഈക്വൽ ടു നം മോഡ് 10, അതായത് ഇവിടെ കൊടുക്കുന്ന നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്ന നമ്പറിൻ്റെ റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്ത്, അതായത് മോഡ് ഓപ്പറേറ്റർ ഈസ് യൂസ് ടു ഗെറ്റ് ദി റിമൈൻഡർ കാൽക്കുലേറ്റ് ചെയ്ത് ഡിജ് എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഡിജ്, നമുക്ക് കിട്ടിയ ആ ഒരു മോഡുലേഷൻ ഓപ്പറേറ്ററിൻ്റെ ഔട്ട്പുട്ടായ റിമൈൻഡർ നമ്മുടെ സമ്മിലേക്ക് ആഡ് ചെയ്യുന്നു. എന്നിട്ട് വീണ്ടും സം എന്നുള്ള വേരിയബിളിലേക്ക് അസൈൻ ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു നം ഇസ് ഈക്വൽ ടു നം ഡിവൈഡഡ് ബൈ 10. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ ലൂപ്പിൻ്റെ വെളിയിൽ എക്സിറ്റ് ചെയ്യുന്നു. ദെൻ ദ സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് ദി ഇൻപുട്ട് നമ്പർ ഇസ് ഈക്വൽ ടു സം എന്നുള്ള വേരിയബിൾ എന്ത് വാല്യൂ വന്നോ അതവിടെ ഡിസ്പ്ലേ ചെയ്യിപ്പിക്കുന്നു. ആൻഡ് ഫൈനലി റിട്ടേൺ 0, അതായത് നമ്മൾ ഇൻഡ് മെയിൻ ആയതുകൊണ്ട് കൊടുത്തതുകൊണ്ട് നമ്മളിവിടെ റിട്ടേൺ 0 കൊടുക്കുന്നു. സോ ദിസ് വാസ് ദി ഓവറോൾ ഐഡിയ ഓഫ് വൈൽ ലൂപ്പ്. അടുത്ത ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റായ ഫോർ ലൂപ്പ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായി ഇതിൻ്റെ സിൻടാക്സ് ഒന്ന് നോക്കാം. സിൻടാക്സ് ഫോർ ഇനിഷ്യലൈസേഷൻ, അതായത് ഇനിഷ്യലായിട്ട് ഒരു വാല്യൂ കൊടുക്കുക, പിന്നെ ടെസ്റ്റ് എക്സ്പ്രഷൻ, അതായത് നമ്മുടെ കണ്ടീഷൻ അവിടെ കൊടുക്കുക, പിന്നീട് സെമികോളൻ, ദെൻ ദി അപ്ഡേറ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അത് ബേസിക്കലി ഇൻക്രിമെൻറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡിക്രിമെൻറ്റ് ഓപ്പറേഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇൻക്രിമെൻ്റ് ആണെങ്കിൽ ഒരു I എന്നുള്ള ഒരു വേരിയബിളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ I++, ഡിക്രിമെൻ്റ് ആണെങ്കിൽ I-. എന്നിട്ട് നമുക്ക് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രേസസ് ഓപ്പൺ ചെയ്യുന്നു, നമ്മുടെ ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കുന്നു. ഫൈനലി അത് കഴിഞ്ഞ ശേഷം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. സോ ദിസ് ഈസ് ദി സിൻടാക്സ് ഓഫ് ഫോർ ലൂപ്പ്. അടുത്തതായി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. സോ ദിസ് പ്രോഗ്രാം ഈസ് എൻ എക്സാമ്പിൾ ടു ഫൈൻഡ് ദി സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യമായിട്ടുള്ള എല്ലാ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെയും സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ഇവിടെ ഫോർ ലൂപ്പിൻ്റെ ഇല്ലുസ്ട്രേഷൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. ആദ്യമായി ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം. ഹാഷ് ഇൻക്ലൂഡ്, ആസ് വി ഓൾ നോ, ഇറ്റ് ഈസ് എ പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്. IO സ്ട്രീം ഇസ് ദി header file, and then we are using the namespace statement. ഇവിടെ യൂസിങ് namespace STD ഉപയോഗിച്ചു. STD ആണ് ഇവിടുത്തെ ഐഡൻറ്റിഫയർ. പിന്നീട് നമ്മുടെ ഇൻറ്റ് മെയിൻ എന്ന് പറയുമ്പോൾ മെയിൻ ആണ് ഇവിടുത്തെ ഫംഗ്ഷൻ ഹെഡർ, ഇൻറ്റ് ആണ് ഇവിടുത്തെ റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്പ്. പിന്നെ കേളി ബ്രാക്കറ്റ് തുടങ്ങുന്നു, നമ്മുടെ മെയിൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്നു. ഇൻറ്റ് n സം ഇസ് ഈക്വൽ ടു 0, എന്നും സമ്മും ആണ് ഇവിടുത്തെ വേരിയബിൾസ്, ഇൻറ്റ് ആണ് ഇവിടുത്തെ ഡേറ്റ ടൈപ്പ്. സമ്മിന് 0 എന്നുള്ള വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു, അതായത് അസൈൻ ചെയ്ത് കൊടുത്തു. പിന്നെ ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റായ എൻ്റർ ദി ലിമിറ്റ്, അതായത് നമുക്ക് യൂസറിന് ഒരു പ്രോംപ്റ്റ് വരും. എൻ്റർ ദി ലിമിറ്റ് എന്ന് പറയുമ്പോൾ യൂസറിന് ഇഷ്ടമുള്ളൊരു വാല്യൂ കൊടുക്കാം. CN ഓഫ് n, ആ വാല്യൂ എന്നിലേക്ക് ഗെറ്റ് ചെയ്ത് വയ്ക്കുന്നു. പിന്നീട് നമ്മുടെ ഫോർ ലൂപ്പ്, ഫോർ ഇനിഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ I ഈക്വൽ ടു 1 ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ I മുമ്പേ ഒന്നും നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടില്ല, അവിടെ തന്നെ നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണ്. ഇൻറ്റ്
I equal to 1 എന്നുള്ള വാല്യൂം കൊടുത്തു. then we have the test expression or the condition I less than equal to n. then we have the update statement, അതായത് I++. ഇവിടെ ഉപയോഗിക്കുന്നത് നമ്മളൊരു ഇൻക്രിമെൻ്റ് ഓപ്പറേറ്ററാണ് യൂസ് ചെയ്യുന്നത് I++. അതിനുശേഷം അതിൻ്റെ ലൂപ്പിലേക്ക് വരുന്നു. സം ഇസ് ഈക്വൽ ടു സം പ്ലസ് I എന്ന് കൊടുക്കുന്നു. then C out of sum of first n natural numbers is equal to ആ സം ഡിസ്പ്ലേ ചെയ്യുന്നു. വാല്യൂ റിട്ടേൺ 0 അസൈൻ ചെയ്യുന്നു. അതായത് നമ്മളിവിടെ ഇൻറ്റിജറാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന റിട്ടേൺ ടൈപ്പ്, അതായത് ഫംഗ്ഷൻ ഹെഡറിനോട് ഉപയോഗിക്കുന്ന റിട്ടേൺ ടൈപ്പ് അല്ലെങ്കിൽ ഡാറ്റ ടൈപ്പ് ഇൻറ്റിജർ ആയതുകൊണ്ട് റിട്ടേൺ 0. അപ്പോൾ അവിടെ വോയിഡ് ആയിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ റിട്ടേൺ ടൈപ്പ് കൊടുക്കേണ്ട കാര്യമുള്ളൂ. സോ ദിസ് ഈസ് ദി ഓവറോൾ പ്രോഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് ദി വർക്കിംഗ് ഓഫ് ഫോർ ലൂപ്പ് ടു ഫൈൻഡ് ദി സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സ്. അടുത്തതായി മൂന്നാമത്തെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയ ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ്. ആദ്യമായി നമുക്ക് എൻ്റെ സിൻടാക്സിലേക്ക് കിടക്കാം. സിൻടാക്സ് ഫസ്റ്റ് നമുക്ക് ഇനിഷ്യലൈസേഷൻ, ലൂപ്പിനകത്ത് എന്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നു അത് ചെയ്യുക. ഇനിഷ്യലൈസേഷൻ ഓഫ് ലൂപ്പ് വിത്ത് കൺട്രോൾ വേരിയബിൾസ്, പിന്നെ നമ്മുടെ ഡു എന്നുള്ള കീവേഡ് കൊടുക്കുക, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ആവുക, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുക്കാം. പിന്നെ അതിനകത്ത് അപ്ഡേഷൻ ഓഫ് ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് നമുക്ക് അസൈൻ ചെയ്യാം. അതിനുശേഷം ലൂപ്പ് നമുക്ക് ക്ലോസ് ചെയ്യാം. അതിനുശേഷം വൈൽ എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, പിന്നീട് നമ്മുടെ കണ്ടീഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ നമ്മളവിടെ കൊടുക്കുന്നു, പിന്നെ സെമിക്കോളൻ വെച്ച് ടെർമിനേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഇതാണ് ഡു വൈൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ള ഒരു ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ്. അടുത്തതായി നമുക്കൊരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു എക്സാമ്പിളിലേക്ക് കടക്കാം. സോ ദിസ് പ്രോഗ്രാം ഈസ് യൂസ് ടു ഫൈൻഡ് ദി ആവറേജ് ഹൈറ്റ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിൻ്റെ ആവറേജ് ഹൈറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രോഗ്രാമാണ് ഇവിടെ ഡു വൈലിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് നമ്മൾ ഇല്ലുസ്ട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഒബ്വിയസ്ലി ദി പ്രീ പ്രോസസ്സർ ഡയറക്റ്റീവ്, ദാറ്റ് ഇസ് hash include, then the IO stream, that is the header file, then we are using the namespace statement as using namespace std, then the function header int main, പിന്നീട് നമ്മുടെ ബോഡി ഓപ്പൺ ചെയ്യുന്നു. float hgt is a variable used to indicate the height, then sum is equal to 0, average heightന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വേരിയബിൾ avg underscore hgt. so here the data type that is being used for the height, sum and average height is ഫ്ലോട്ട് എന്നുള്ള ഡേറ്റ ടൈപ്പാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അടുത്തതായി ഷോർട്ട് എന്നുള്ളൊരു ഡേറ്റ ടൈപ്പ് കൊടുക്കുന്നു. n എന്നുള്ള ഒരു വേരിയബിൾ അസൈൻ ചെയ്യുന്നു, അതിന് 0 എന്നുള്ളൊരു വാല്യൂ ഇനിഷ്യലൈസ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ദി char ch, അതായത് അടുത്തൊരു ഡേറ്റ ടൈപ്പ് ഡിക്ലറേഷൻ, അതായത് ഡേറ്റ ഡിക്ലറേഷൻ ആയിട്ടുള്ള char എന്നുള്ളൊരു ഡേറ്റ ടൈപ്പും ch എന്നുള്ളൊരു വേരിയബിളും കൊടുക്കുന്നു. പിന്നീട് നമ്മുടെ ഡു സ്റ്റേറ്റ്മെൻറ്റ് ഓപ്പൺ ചെയ്യുന്നു. ഡു എന്നുള്ള കീവേഡ് കൊടുക്കുന്നു, കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ദി ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ് എൻ്റർ ദി ഹൈറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അടുത്ത ലൈനിലേക്ക് നമുക്ക് പോകാം. സി ഇൻ ഓഫ് ഹൈറ്റ്, അതായത് ഹൈറ്റ് യൂസറിന് ഇഷ്ടമുള്ളൊരു ഹൈറ്റ് എൻ്റർ ചെയ്യാം. അത് സി ഇൻ എന്നുള്ളൊരു ഇൻപുട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് അതിനെ റീഡ് ചെയ്ത് HGT എന്നുള്ള വേരിയബിളിലേക്ക് നമ്മൾ അസൈൻ ചെയ്യുന്നു. പിന്നെ n++ ഈസ് ഈക്വൽ ടു n ഇസ് ഈക്വൽ ടു n+1, n ഇസ് ഈക്വൽ ടു n+1 പകരം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഇവിടുത്തെ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അർത്ഥമാറ്റിക് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ n++ ആണ്, ദാറ്റ് ഇസ് ദി ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ. എന്നിട്ട് സം ഇസ് ഈക്വൽ ടു സം പ്ലസ് ഹൈറ്റ് കൊടുക്കുന്നു. എന്നിട്ട് ഫൈനലി ഒരു ഔട്ട്പുട്ട് സ്റ്റേറ്റ്മെൻറ്റ്, എനി മോർ സ്റ്റുഡൻസ്, ഇനി ഒരു സ്റ്റുഡൻസ് എൻ്റർ ചെയ്യാനുണ്ടോ ഇല്ലയോ, യെസ് എന്ന് കൊടുക്കാം, നോ എന്ന് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് CH എന്നുള്ളൊരു വേരിയബിളിലേക്ക് നമ്മളത് ഗെറ്റ് ചെയ്ത് വയ്ക്കുന്നു. പിന്നീട് വൈൽ CH ഇസ് ഈക്വൽ ടു വൈ ഓർ CH ഇസ് ഈക്വൽ ടു വൈ, അതായത് CH വൈ ആണോ എന്ന് നോക്കും. അതായത് വൈൽ CH is equal to y or CH is equal to n, അതായത് എസ് ആണോ നോ ആണോ എന്ന് നോക്കും. എസ് ആണെങ്കിൽ വീണ്ടും സം കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അതിനെ ഡിവൈഡഡ് ബൈ n ചെയ്യും, പിന്നെ ആവറേജ് ഹൈറ്റിലേക്ക് കൊടുക്കും. ഇല്ല എങ്കിൽ അത് ഈ ലൂപ്പിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്യും. എന്നിട്ട് ഫൈനലി ആവറേജ് ഹൈറ്റ് ഇസ് ഈക്വൽ ടു avg പ്രിൻ്റ് ചെയ്യും, പിന്നെ റിട്ടേൺ 0 ചെയ്യും. സോ ദിസ് ഈസ് ദി ഓവറോൾ പ്രോഗ്രാം ടു ഇല്ലുസ്ട്രേറ്റ് ദി ഡു വൈൽ ലൂപ്പ് ടു ഫൈൻഡ് ദി ആവറേജ് ഹൈറ്റ് ഓഫ് n സ്റ്റുഡൻസ്. Next is the nested loops. Placing a loop inside the body of another loop is called nesting of loop. അതായത് ഒരു ലൂപ്പ് വേറൊരു ലൂപ്പിനകത്ത് പ്ലേസ് ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നെസ്റ്റിംഗ്, അതായത് ഒന്നിനകത്ത് വേറെ, അതാണ് നെസ്റ്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻ എ നെസ്റ്റഡ് ലൂപ്പ് ദ ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെൻറ്റ് വിൽ ബി എക്സിക്യൂട്ടഡ് റിപ്പീറ്റഡ്ലി ആസ് ലോങ് ആസ് ദ കണ്ടീഷൻ ഓഫ് ദി ഔട്ടർ ലൂപ്പ് ഈസ് ട്രൂ. അതായത് അകത്തുള്ള ലൂപ്പിലുള്ള, അതായത് ഇന്നർ ലൂപ്പ് കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, പ്രൊവൈഡഡ് വെളിയിലുള്ള ലൂപ്പിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകുന്നത് വരെ. അതായത് ഔട്ടർ ലൂപ്പും ഇന്നർ ലൂപ്പും കാണും. ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ ട്രൂ ആയിരിക്കുന്നിടത്തോളം കാലം ഇന്നർ ലൂപ്പ്
എക്സിക്യൂഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതായത് വീണ്ടും എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഫൈനലി ഔട്ടർ ലൂപ്പ് എപ്പോഴാണോ അതിൻ്റെ കണ്ടീഷൻ ഫോൾസ് ആവുന്നത് അപ്പോൾ ഈ ലൂപ്പ് ഇന്നർ ലൂപ്പ് എക്സിക്യൂഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും. ഹിയർ ദ ലൂപ്പ് കൺട്രോൾ വേരിയബിൾസ് ഫോർ ദ ടു ലൂപ്സ് ഷുഡ് ബി ഡിഫറെൻറ്റ്. അതായത് ലൂപ്പ് കൺട്രോളിങ് വേരിയബിൾ ഔട്ടർ ലൂപ്പിനും ഇന്നർ ലൂപ്പിനും ഡിഫറെൻ്റ് ആയിരിക്കും. നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഇവിടെ രണ്ട് ലൂപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഫോർ i ഈക്വൽ ടു 1, i ലെസ് ദാൻ ഈക്വൽ ടു i പ്ലസ് പ്ലസ്. അതാണ് നമ്മുടെ ഔട്ടർ ലൂപ്പ്. അതായത് ഔട്ടർ ലൂപ്പിന് ഇനിഷ്യൽ വാല്യൂ ഇനിഷ്യലൈസേഷൻ i ഈക്വൽ ടു 1 എന്ന് കൊടുത്തു, പിന്നീട് ടെസ്റ്റ് എക്സ്പ്രഷൻ അതായത് കണ്ടീഷൻ i ലെസ് ദാൻ ഈക്വൽ ടു 2 എന്ന് കൊടുത്തു, ദെൻ വി ആർ ഗിവിങ് ദി ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ പ്ലസ് പ്ലസ് i എന്ന് കൊടുത്തു. അതിനുശേഷം അതിൻ്റെ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, വീണ്ടും അടുത്തൊരു ലൂപ്പ് കൊടുക്കുന്നു. അതായത് അടുത്ത ഫോർ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ഫോർ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇന്നർ ലൂപ്പും ഔട്ടർ ലൂപ്പും. ഇന്നർ ലൂപ്പിലേക്ക് കയറി ഇന്നർ ലൂപ്പിനകത്ത് j ഈക്വൽ ടു 1, j ലെസ് ദാൻ 3, പ്ലസ് പ്ലസ് j എന്ന് കൊടുത്തു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടുത്തെ ഇന്നർ ലൂപ്പ്. അപ്പോൾ പുറത്തെ ഔട്ടർ ലൂപ്പിൻ്റെ കണ്ടീഷൻ എപ്പോഴൊക്കെ ട്രൂ ആയിരിക്കുമോ അപ്പോഴൊക്കെ ഇന്നർ ലൂപ്പ് എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. പുറത്തെ കണ്ടീഷൻ ഫോൾസ് ആകുമ്പോഴത്തേനും വരെ നമ്മൾ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. സോ ദാറ്റ് ഈസ് ദി ഓവറോൾ നെസ്റ്റഡ് ലൂപ്സ്.